എന്നാ മഴയാ. ചേട്ടാ അകത്തേക്ക് നമ്മുടെ ഹൗസ് ഓണർ. എബ്രഹാം മാറ്റി ഇട്ടിച്ചനെന്ന് വിളിക്കും. ഇതാ നമ്മുടെ ഹൗസ് ഓണർ. അയ്യോ അങ്ങനെയൊന്നുമില്ല, ഇത് 4 തലമുറകളായിട്ട് നിൽക്കുന്ന വീടാ. ഞാൻ അതിന്റെ ഒരു സൂക്ഷിപ്പുകാരൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇവരുടെ കമ്പനിക്ക് ലീസിന് കൊടുത്തേക്കുവാ. ഫർണിച്ചറൊക്കെ പഴയ മട്ടിലുള്ളതാ. പിന്നെ സാമി കട്ടിലും കസേരും ഒന്നും ഉപയോഗിക്കത്തില്ല, നിലത്തേ കിടക്കൂ. സ്വാമി അറിയാലോ സർ. സ്വാമി ഹെഡ് ഓഫീസിൽ എത്തിയിട്ടുണ്ട്, ഞാൻ കണ്ടായിരുന്നു. നിങ്ങളുടെ നാടിനെ പറ്റി വലിയ പരാതിയാ. ആ അദ്ദേഹം ഒരു ടൈപ്പാണ് സർ. അകത്തെ മുറിയിൽ യേശുദേവന്റെ ഒരു ചിത്രം ഇരിപ്പുണ്ട്. അത് സ്വാമി വന്നപ്പോ എടുത്തു മാറ്റിയതാ. ഞാൻ പിന്നെയും കൊണ്ടുവന്ന് വെച്ചു. അതവിടെ ഇരിക്കുന്നതിന് വിരോധമൊന്നും ഇല്ലല്ലോ. യേശുദേവന്റെ ചിത്രം ഒരു ഐശ്വര്യല്ലേ? ഓ എക്സാക്ട്ലി. എന്നാ ഞാനങ്ങോട്ട്. മഴ തന്നെ മഴ. സ്വാമി ഇത് തൊട്ട് അശുദ്ധമൊന്നും ആക്കിയില്ല സർ. ആ ടി വി ഇവിടെ കൊണ്ടുവരും. അവിടെ വെച്ചോ. അങ്ങോട്ട്. സ്വാമി ഇതിന്റെ സോക്കറ്റ് ഒരു അടിച്ചു. നിങ്ങളുടെ വൈകുന്നേരങ്ങളൊക്കെ എങ്ങനെയാ? വൈകുന്നേരം അല്ല, ഞങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയ ക്ലബൊക്കെ ഉണ്ട്. മിക്കവാറും ഞങ്ങൾ അവിടെ തന്നെ കൂടും, ചെറിയ മദ്യപാനമൊക്കെ ആയിട്ട്. ഇപ്പോ 2 അടിക്കുന്നോ? അയ്യോ ഇപ്പൊ വേണ്ട സർ, ഞാൻ സാറിനെ ക്ലബിലോട്ട് കൊണ്ടുപോകും. ഞാനിപ്പോ എന്നാ ഇറങ്ങിക്കോട്ടെ. ഞാൻ നാളെ രാവിലെ വരാം. ഓ ശരി. ആ തൽക്കാലം അവിടെ വെച്ചേക്ക്, പിന്നെ അടുത്ത് മാറ്റിക്കോളാം. ആയിക്കോട്ടെ. ഹലോ, വിനോദ് ഹിയർ. ഏതാണ്ടൊക്കെ ഒതുക്കി. രേഖ ഫുൾ സ്വിങ്ങിലാ. മാറി നിൽക്കേ, പോയി കുളിക്കേ. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന നേരായി. അമ്മേ, 2 മാസം കൊണ്ട് സ്കൂൾ തുറക്കാൻ. ഇവര് വലിയ പ്ലേ സ്കൂളിലും മറ്റോ ചേർത്തൂടെ? മോൾ ഇത് ഏത് സ്ഥലമെന്നാ വിചാരം? ഇവിടെ അങ്ങനെ ബോംബെ സ്റ്റൈൽ പ്ലേ സ്കൂളൊന്നും ഉണ്ടാവാൻ തുടങ്ങിയിട്ടില്ല. എന്തായാലും ഫ്ലാറ്റ് പോലെയൊന്നും അല്ലല്ലോ, പിള്ളേർക്ക് തൊടിയിൽ ഇറങ്ങി കളിക്കാലോ. പിൻഭാഗം മുഴുവൻ കാടാ, ഇഴജന്തുക്കളൊക്കെ കാണും. അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയാ നന്നായിരുന്നു. ആരെങ്കിലും കിട്ടുമെന്ന് നോക്കാം. അമ്മ എന്റെ ചപ്പാത്തി താഴെ ഇടുന്നു. മിണ്ടാതിരുന്ന് കഴിക്കങ്ങോട്ട്. അതെന്റെ തലവണിയാ തന്നെ. എനിക്ക് 2 തലവണ വേണം. നീ വേറെ എടുത്തോ. അമ്മ എന്റെ തലേണ. ഇങ്ങിതാ, വഴക്കുണ്ടാക്കല്ലേ, ഉറങ്ങിക്കാം. അമ്മ ഇവിടെ കുറച്ചേരം കിടക്കുവോ? അമ്മ ഇവിടെ കിടന്ന ഉറങ്ങിപ്പോവും. ഭയങ്കര ക്ഷീണം. ഞാൻ പോയി കിടക്കട്ടെ. 2 പ്രാർത്ഥിച്ച് കിടന്നോ. നൈസ് ബെഡ്റൂം അല്ലേ? ഒരു റൊമാൻറ്റിക് ഫീലാണ് ആ പാടെ. ഭയങ്കര ക്ഷീണം. അതെ, ഇന്ന് ഇവിടുത്തെ ഫസ്റ്റ് നൈറ്റ് അല്ലേ ഈ ബെഡ്റൂമില്? എനിക്കൊന്ന് ഉറങ്ങണം പ്ലീസ്. എന്നാലും വിനോദ്, ഐ ടോൾഡ് യു ഐ എം ടയർഡ്. പ്ലീസ്.
നാനേ താനേ നാനേ നാനേ നാ. കുറുമാലി പോയെ കുളിക്കാൻ വന്നൊരു കരിമ്പുള്ളിക്കുയിലേ, നിന്നെ കറക്കി 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 ആലുവ പോയെ കൊണ്ടോയില്ലേ, കാറ്റുപോയല് കൊണ്ടോയില്ലേ, കാറ്റുപോയല് കൊണ്ടോയില്ലേ. കുറുമാലി പോയെ കുളിക്കാൻ വന്നൊരു കരിമ്പുള്ളിക്കുയിലേ, നിന്നെ കറക്കി 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 ആലുവ പോയെ കൊണ്ടോയില്ലേ, കാറ്റുപോയല് കൊണ്ടോയില്ലേ, കാറ്റുപോയല് കൊണ്ടോയില്ലേ. തന്നാനെ താനാനെ താനാനെ നാനെ നാ, താനേ നാനെ താനേ നാനെ താനാനെ നാനെ നാ. ആലുവ മണപ്പുറത്ത് കാറ്റിന്റെ വല തൂങ്ങി നടന്നോളേ, നിന്നെ ഒഴുക്കി ഒഴുക്കി കൊണ്ടോയില്ലേ കൊച്ചിക്കായലോളം പേമാരി, കൊച്ചിക്കായലോളം പേമാരി, കൊച്ചിക്കായലോളം പേമാരി. ആലുവ മണ്ണപ്പുറത്ത് കാറ്റിന്റെ വല തൂങ്ങി നടന്നോളെ, നിന്നെ ഒഴുക്കി ഒഴുക്കി കൊണ്ടോയില്ലേ കൊച്ചിക്കായലോളം പേമാരി, കൊച്ചിക്കായലോളം പേമാരി, കൊച്ചിക്കായലോളം പേമാരി. കുറുമാലിപ്പുഴ കുളിക്കാൻ വന്നൊരു കരിമ്പുള്ളിക്കുയിലേ, തന്നാനെ താനാനെ താനാനെ നാനേ നോ, താനാനെ 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 നാനേ നോ. കായലോളത്തിലാടും കോളിന്റെ കാലു പിടിച്ചു കരഞ്ഞോളെ, നിന്നെ തൊഴഞ്ഞു തൊഴഞ്ഞു തൊഴഞ്ഞ് കൊണ്ടുവൻ വരും വഞ്ചീതാരേ, നിന്നെ തൊഴഞ്ഞ് 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 കൊണ്ടുവൻ വരും വഞ്ചീതാരേ. കായലോളത്തിലാടും കോളിന്റെ കാലു പിടിച്ചു കരഞ്ഞോളെ. അമ്മേ, ആ ബോഗൺവില്ലേന്റെ മലയാളം എന്താ? കടലാസ് പൂ. കടലാസ് പൂ, കടലാസ് പൂ. തോമസ് വന്നെന്ന് തോന്നുന്നു. പുതിയ സ്ഥലമാണ്, എല്ലാം തോമസ് വേണമെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അറിയാം മാഡം. പോയിട്ട് വരാം. സർ. യെസ്. ബൈ ബൈ ബൈ. ബൈ ഡാഡി. ടാറ്റാ.
മകൻ. ദേ ചിരിക്കണ്. ചിരിക്കാൻ പറഞ്ഞല്ല, എന്റെ പേരഴകന്ന്. മോളുടെ പേരെന്താ? പേര് പറ മോളെ. ആ രാധാലക്ഷ്മി. ഓ, രാധയും ലക്ഷ്മിയും. നമുക്ക് രാധ മതി. അപ്പൊ ഞങ്ങളുടെ നാട്ടിലേക്ക് സ്വാഗതം. പാട്ടോട് കൂടിയുള്ള സ്വാഗതം രാത്രി കേട്ടു. അത് വല്ലപ്പോഴും. സാറ് പണിക്ക് പോയാ? ആ സാറ് പോയി. അഴകൻ എവിടെയാ പണി? ഇന്നിപ്പോ ഒരു വീട് പണിയുണ്ട്. ഓരോ ദിവസവും ഓരോ സ്ഥലത്ത് പണി. ആ കാണുന്നതാണോ വീട്? അത് വീടല്ല മോളെ, ചാളാന്നാ പറയാ. കുറുപ്പ് മുതലാളി കവുങ്ങും പറമ്പില് കിണർ കുത്തിയപ്പോ ഞാൻ അതിന്റെ ചുറ്റുവട്ടത്തൊരു ചാള കെട്ടി. പണ്ട് കൃഷി ഉണ്ടായിരുന്നപ്പോ ഞാൻ കാവല് കിടന്നിട്ടുണ്ട്. അതുകൊണ്ട് മൂപ്പര് സമ്മതിച്ചതാ. അഴകന്റെ കുടുംബോ? അവളും ഞാനേ മാത്രമേ ഉള്ളു. ഒരു ചെക്കനുണ്ടായിരുന്നു, അവൻ ഓടിപ്പോയി. ഭാര്യ പണിക്ക് പോകുന്നുണ്ടോ? കുറുപ്പ് മുതലാളുടെ ഭാര്യക്ക് എപ്പോഴും തന്നെ. അവള് പകരല്ല അവിടെ തന്നെ. സമയം കിട്ടിയ ഈ ചുറ്റുപാടൊക്കെ ഒന്ന് വൃത്തിയാക്കി തരണം. ഓ, ആകെ കാട് പിടിച്ച് കിടക്കുക. നാളെ തന്നെ ശരിയാക്കി തരാം. അപ്പൊ മോളെ ടാറ്റാ. ശരി. ശരി. ചേട്ടാ, നല്ല ആഴമുണ്ടോ? ആഴമൊന്നുമില്ലടി, നീ വാ. വാ വണ്ടി. 1, 2, 3. സുസി, ഹൗ ഇസ് ദി ന്യൂ പ്ലേസ്? പുതിയ സ്ഥലമൊക്കെ എങ്ങനെയുണ്ട്? പക്ഷെ ഇവിടെ പ്ലേ സ്കൂളൊന്നും ഇല്ലത്രേ. പേടിച്ച്. എന്താ പേര്? എന്റെ പേര് രാജേഷ്. പോ. ഊയ്, നമുക്ക് അവിടെ പോയി കളിക്കാം. ഇവിടെ നിക്കുക. മോള് ഇവിടെ നിക്കണ്ട, മേലാകെ ചേറാവും. പിന്നെ ചിലപ്പോ പാമ്പുണ്ടാവും. മോളൊരു കാര്യം ചെയ്യും, അവിടെ പോയി നോട്ടാ. അവിടെയാണോ? ആ. അവിടെ നിക്കട്ടെ. ഓ, അവിടെ പോയി നിക്കണ്ട. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയ വിശേഷമൊക്കെ. എനിക്ക് പാമ്പിനെ പേടിയില്ല. ആഹാ, ഒമ്പോ. എനിക്ക് പാമ്പിനെ ഇഷ്ടാ. അതാണ്. എപ്പോഴാ മോളുടെ സ്കൂള് തുറക്കണത്? ഇനിയും കൊറേ കഴിയണം. സ്കൂള് തുറക്കാണ്ട് പുതിയ കൂട്ടുകാരെയൊന്നും കിട്ടില്ല. ഓ, അത് ശരിയാണല്ലോ. അപ്പൊ മോക്ക് ചേട്ടനെ കൂടി കളിച്ചൂടെ? ചേട്ടന് ക്രിക്കറ്റ് കളിക്കാൻ കൊറേ കൂട്ടുകാരൊക്കെ കിട്ടി. ഓ, ചേട്ടൻ എന്നെ കളിക്കാൻ കൂട്ടൂല. മോക്ക് ക്രിക്കറ്റ് കളിക്ക് അറിഞ്ഞൂടെ? അറിഞ്ഞൂടാ. അയ്യോ, അത് കഷ്ടമായല്ലോ. പക്ഷെ എനിക്ക് ത്രോ ബോൾ അറിയാം. ത്രോ ബോളിൽ എപ്പോഴും ഞാനാ ഫസ്റ്റ്.
ഒരു മീൻ വറുത്തത് തരട്ടെ? തുടങ്ങാം. ഈ മുറുക്കാണ് ചോന്നായിട്ട് കേട്ടോ. എന്നിട്ട് തുടങ്ങാം. വേഗം നോക്ക്. ഓ മോളുടെ പഴയ സ്കൂളിൽ പരീക്ഷയൊക്കെ ഉണ്ടായിരുന്നില്ലേ? എല്ലാം ഫസ്റ്റ് ക്ലാസ് അല്ലേ? ഫസ്റ്റ് ക്ലാസ് മാർക്കൊക്കെ ഉണ്ടായിരുന്നു ടോട്ടൽ. പക്ഷെ സ്പോക്കൺ ഇംഗ്ലീഷിന് കുറഞ്ഞു പോയി. അയ്യോ, അതെന്തു പറ്റി? ഞാനന്ന് മുഴുവൻ തെറ്റാ പറഞ്ഞേ. അഴകൻ ഇനിയിപ്പോ എന്താ പരിപാടി? ഓ, ഇവിടെ ഞങ്ങളുടെ ആളുകളുടെ ഒരു കോളനി ഉണ്ട്. അവിടെ നിന്ന് പോവും. നമ്മുടെ ആളുകളെയൊക്കെ ഒന്ന് കാണും. ഒന്ന് മിനുങ്ങും. കൂട്ടുകൂടിയുള്ള കുടിയില്ല, ഷാപ്പിൽ പോവില്ല. അവിടെ ഞങ്ങളുടെ ഒരാൾ കാച്ചനുണ്ട്, ചാരായം. അതൊരു കുപ്പി വാങ്ങും കാശുള്ളപ്പ. എന്നിട്ട് ഇവിടെ വന്നിരുന്ന് കുടിക്കും. അപ്പൊ അഴകൻ എന്താ കോളനി താമസിച്ചാല്? അതൊന്നും ശരിയാവൂല. നമ്മളൊക്കെ എപ്പോഴും ഒറ്റക്ക. ഈ നാടും നമ്മുടെ അല്ല. അല്ല, ഒരു നാട് നമ്മുടെ അല്ല. ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ മാറി മാറി. പക്ഷെ കോളനിക്കാർക്കൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ അഴകൻ അവിടെ ഉണ്ടാവും. അല്ലാത്തപ്പോ കിട്ടുന്ന പണിയെടുത്ത് കിട്ടുന്ന എന്താന്ന് വെച്ചാ കഴിച്ച് അങ്ങനെ അങ്ങനെ. കുഴിച്ചിട്ടാ ഇവിടെ ചത്തുപോകൂലേ? അതല്ലേ രസം. നമ്മൾ ഇതിനെ കുഴിച്ചിട്ടാ ഇത് ചത്തുപോകും. പിന്നെ നമ്മൾ ഇതിനെ കുഴിന്ന് വീണ്ടും എടുക്കുമ്പോ ഇതിന് പുതുജീവൻ വെക്കും. ആ പുതുജീവൻ നമുക്ക് കാണാൻ പറ്റുമോ? പിന്നെ കണ്ണിലറിയാം. അയ്യോ മഴ. എന്റെ സൂസി ചത്തു. മഴ മാറട്ടെ, അപ്പൊ നമുക്കവിടെ പുറത്തെടുക്കാം. അപ്പൊ അവർക്ക് ജീവൻ വെക്കും. രാജേഷ് വരുന്നു, വേഗം വാ. ചേട്ടാ നിക്ക്, മഴ പോയി. മഴ മാറി, ഞാൻ കളിക്കാൻ പോണ്. അല്ല, അപ്പൊ പാവനെ എടുക്കണ്ടേ? നീ തന്നെ പോയി എടുത്താ മതി. എന്താ രാധമോള് തിരയണത്? എന്റെ സൂസി. സൂസിയാ? അതാരാണ്? അതെന്റെ പാവയാ. ആ,
ഏട്ടൻ പറഞ്ഞിട്ട് ഞാൻ എന്റെ സൂസിയെ കുഴിച്ചുമൂടാൻ സമ്മതിച്ചു. ഇപ്പൊ ആ സ്ഥലം അറിയണില്ല. ചേട്ടാ എന്തിനാ ഇപ്പൊ കുഴിച്ചു മൂടിയത്? മോളൊരു കാര്യം ചെയ്യ്, വീട്ടിൽ പോയിക്കോ, ഞാനത് കണ്ടുപിടിച്ചു തരാം കേട്ടോ. മോളുടെ പാവയുടെ പേര് കൊള്ളാം കേട്ടോ, സൂസി. ഇവിടെ വന്നപ്പോ ഇട്ട പേരാ. നേരത്തെ അവൾക്ക് പേരുണ്ടായിരുന്നില്ല. എന്റെ ഫ്രണ്ടിന്റെ പേരാ സൂസി. ആണാ? അപ്പോ ഞാൻ മോളുടെ സൂസിയെ കണ്ടുപിടിച്ച് വീട്ടിൽ കൊണ്ടുതരാട്ടാ. മുടിച്ചു ഞാൻ എന്താ വിളിക്കുക? അങ്കിളിന്ന് വിളിക്കട്ടെ? അങ്കിൾ. ഇനി ചെയ്യോ? മതി. നിന്റെ കുഴപ്പാ. എത്ര റുപ്യ വിലയുള്ളതാണെന്ന് അറിയോ അപ്പാവ? ഓ ആ, എന്താ വില എന്നുള്ളത് നിനക്ക് പ്രശ്നമല്ല. സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുമ്പോഴേ അതിന്റെ പ്രാധാന്യം മനസ്സിലാവും. സ്വന്തമായിട്ട് ജോലി ചെയ്യാൻ നിങ്ങൾ എന്നെ അയച്ചിട്ട് വേണ്ടേ? ഇവിടുത്തെ ഈ കൂലിപ്പണിക്ക് പിന്നെ വേതനവും ഇല്ലല്ലോ. എന്താ പറഞ്ഞ? ഒന്നുമില്ല. ചേട്ടാ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടേ. രാധത്തമ്പുരാട്ടി ഒന്ന് പോകാൻ കാണിക്കാൻ വേണ്ടി വന്ന ആളവിടെ. അഴകൻ നല്ല ഫോമിലാണല്ലോ. നല്ല ഫോമിലാണ്. അയ്യോ, ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. അഴകന് സുഖമല്ലേ? സുഖം സുഖം. രാധമോക്ക് ഞാൻ എന്താ കൊണ്ടുവന്നിരിക്കുന്ന നോക്കിയേ. സൂസി. ഗുഡ് നൈറ്റ്. മണ്ണിന്റെ അടിയിലായിരുന്നോ? അപ്പൊ മഴ പെയ്തപ്പോഴോ? മഴ പെയ്തപ്പോ വെള്ളം കുടിച്ചു. ഓടി. ആ വൃത്തികെട്ടവൻ ഫുൾ ചാര മേടിച്ചിട്ടാ വന്നത്. അല്ല, നിനക്കെങ്ങനെ അവന്റെ അടുത്ത് സംസാരിക്കാൻ പറ്റുന്നത്? അയാളുടെ അടുത്ത് ചെന്നാലേ ചാരായത്തിന്റെ വാടയാ. വിസ്കിയുടെ മണവും അത്ര കേമോന്നും അല്ലല്ലോ. ഇവിടെ നോക്ക്, മോള് പോരുന്ന. ഇന്നെനിക്ക് കനാലിനടുത്താ പണി. കനാല് കാണാൻ വരുന്ന. അമ്മ അമ്മ, ഞാൻ അങ്കിളുടെ കൂടെ കനാല് കാണാൻ പോട്ടെ? ഉച്ചയ്ക്ക് മുമ്പ് തിരിച്ചു കൊണ്ടുവരണം. ഓ, അതാഴൊക്കെ നെറ്റ് ഇവിടെ അടുത്ത് തന്നെയാണ്. മോള് വാ. പുസ്തകം ചായ ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ. നമുക്ക് അവിടെ ഇരുന്ന് വരക്കാട്ടോ. ഇതാണ് ഞങ്ങളുടെയൊക്കെ കോളനി. നല്ല ആളുകളാ. വാസുവേ, എങ്ങനെയുണ്ട് വാസുവേ? ഇവിടെ ചെവി ഏക്കൂല കളിക്കുമ്പോ. ഓടിക്കടാ ഓടിക്കടാ. കായുടെ കാശ് കഴിച്ചിട്ട് ബാക്കിയുള്ള കൂട്ടിച്ചേ. ആയിക്കോട്ടെ.
നിങ്ങളുടെ ബോംബെയില് ഇതുപോലത്തെ വയലൊക്കെ ഉണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഇതുവരെ ഞാനിങ്ങനെ വയല് കണ്ടിട്ടില്ല. പിന്നെ നിങ്ങളുടെ ബോംബെയിൽ എന്താ ഉള്ളത്? ബോംബെയിൽ ഒരു ചുക്കും ഇല്ല. അതാണ്. അങ്കിളെ, അതേതാ ഒരു അപ്പൂപ്പൻ? ഏത്? അത് അതൊരു അപ്പൂപ്പൻ. അപ്പൂപ്പൻ എന്താ ചെയ്യണേ? കളിക്കന്നെ. അപ്പൂപ്പന്റെ പേരെന്താ? പൊടിച്ചക്കൻ. ഇത്രയും വയസ്സായ ആളുടെ പേരെങ്ങനെ പൊടിച്ചക്കെന്നായേ? പേരിടുമ്പോ ഞാനൊരു പൊടിയായിരുന്നേ. ഞാനിങ്ങനെ വലുതാവുന്ന അവര് കണ്ടോ? എന്തിനാ ഇപ്പൊ ഇവിടെ കിളയ്ക്കുന്നേ? ആർക്കാ നിശ്ചയം? കളിക്കാൻ പറഞ്ഞു, കളിക്കണോ? വൈകുന്നേരം ആവുമ്പോ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് തരും. നാളെ വേറൊരു സ്ഥലം. മോള് സ്കൂളിൽ പോയി പറ, കേരളം മൊത്തം കളിച്ച ഒരാളുണ്ട്, അത് ഞാനാ. അമ്മ, കേരളം മുഴുവൻ ഒരാൾക്ക് കിളയ്ക്കാൻ പറ്റുമോ? ഇതെന്താ ഇപ്പൊ പുതിയ കഥ? അതാ പൊടിച്ചക്കൻ പറഞ്ഞാവും. പൊടിച്ചക്കനോ? വയസ്സായ ഒരാളാ. അയാള് പല സ്ഥലങ്ങളിലും ജീവിച്ചിട്ടുണ്ട്. എവിടെ ചെന്നാലും തൂമ്പോണ്ട് കിടക്കണ പണി തന്നെയാവും. അതുകൊണ്ട് പറഞ്ഞായിരിക്കും അല്ലേ? അഴകനും പല സ്ഥലങ്ങളിലും ജീവിച്ചിട്ടില്ലേ? കേരളം മുഴുവനുള്ള പോലീസുകാരുടെ ഇടികൊണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ വാടി. എന്തിനാ ഇപ്പൊ മോളെ തല്ലുന്നേ? കണ്ട വയസ്സന്മാരുടെ തോളത്ത് കയറി സഞ്ചരിക്കുക. അത് അവളുടെ അപ്പൂപ്പനെ പോലെ ഒരാളാ. എന്നാലും അയാൾ ഒരു അധികൃതനല്ലേ? അയ്യേ, എന്തൊക്കെയാ വിനോദ്? സോ ചീപ്പ്. ഒരു മനുഷ്യനെ കുറിച്ച് ഇങ്ങനെയാണോ പറയാ? അത് നമ്മുടെ അച്ഛന്റെ വയസ്സുള്ള ഒരാള്. എന്തായാലും ഇവളുടെ ഫ്രീ സർക്കിറ്റ് ഇനി വേണ്ട. പുറത്തു പോവാണെങ്കിൽ അത് അമ്മയുടെ കൂടെ മാത്രം. ഓക്കെ? ആ, അങ്ങനെ മതി. കളിക്കാൻ പറഞ്ഞു, കളിക്കണോ? കളിക്കന്നെ.
വൈകുന്നേരം ആവുമ്പോ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് തരും. നാളെ വേറൊരു സ്ഥലം. മോള് സ്കൂളിൽ പോയി പറ, കേരളം മൊത്തം കിളച്ച ഒരാളുണ്ട്, അത് ഞാനാ. ഇറങ്ങി വാ. ഗുഡ് മോർണിംഗ് സർ. ആ വാ സർ, വൈഫാണ്. ഹായ്. ഹായ്. മാഡം ഇല്ലേ? രേഖ വരുന്നു. മാഡം, ഇതാണ് അനിത. ഒരു മിനിറ്റ്. ആ രാധേ, ഇതാണ് അനിതാന്റി, തോമസങ്ങളുടെ ഭാര്യ. ഇരിക്ക്. ഇവളുടെ ഏട്ടൻ രാജേഷ് കളിക്കാൻ പോയതാ. അനിതയ്ക്ക് എപ്പോഴാ സൗകര്യം എന്ന് വെച്ചാ പറയേ. വ്യാഴാഴ്ച പോവാൻ ചേച്ചി. ഞാനെന്തായാലും പോവാനിരുന്നതാ. ഗോൾഡ് എക്സ്ചേഞ്ചിന്റെ ലാസ്റ്റ് ഡേറ്റ് ആണ്. എനിക്ക് ആദ്യം ആ ലൈബ്രറിയിലേക്ക് ഒന്ന് പോണം. ഹായ്, ലൈബ്രറിയിലേക്കാണെങ്കിൽ ഞാനും ഉണ്ട്. ഇബ്രാഹിം കാ. ഹലോ. ജിബി ഹായ്. നേരത്തെ തുടങ്ങിയോ? ഓക്കെ ഓക്കെ. വാ സർ. ഇതാണ് സാർ അബൂബക്കറും പ്രസാദും. ഹലോ പ്രസാദ് നമ്മുടെ ഇന്നർ സർക്കിൾ. അബു. ഹായ്. അബു ഇവിടെ ബാങ്ക് എംപ്ലോയ, ഒരു ഗായകനും കൂടിയാണ്. മിസ്റ്റർ പ്രസാദ് ഏത് കമ്പനിയിലാണെന്നാ പറഞ്ഞ? സ്മിത്ത് കെമിക്കൽസിലെ അക്കൗണ്ടന്റ് ആണ് സർ. ഓ സാർ, അത് ജോലിക്കാരി. പക്ഷെ നമ്മുടെ ഇടയില് ഒരു ബുദ്ധിജീവിയാണ് സാർ അദ്ദേഹം. സാഹിത്യവും സിനിമയൊക്കെ താല്പര്യമുണ്ട്, ധാരാളം വായിക്കുകയും ചെയ്യും. സിനിമ എനിക്കും താല്പര്യമുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് ആർട്ട് ഫിലിംസ്. ഓ സർ, ഞങ്ങളിവിടെ ഒരു ഫിലിം ക്ലബിനെ കുറിച്ചൊക്കെ ആലോചിച്ചിരുന്നു. ആണോ? നമുക്കെന്നാ ഒരു ഫിലിം ക്ലബ്ബ് തുടങ്ങാം. നല്ല ഐഡിയ ആണ്. നല്ല ഐഡിയ. അത് കൊള്ളാം. ഓക്കെ, അപ്പോ cheers. സഫലമേ യാത്ര. സമയം ഒരുപാടായി ചേച്ചി. 12 മണി വരെയുള്ള ഗോൾഡ് എക്സ്ചേഞ്ച്. സോറി അനിത, ഞാനിങ്ങനെ ഒരു മലയാളം ലൈബ്രറി വളരെ കഴിഞ്ഞിട്ട് കാണുക. അതിന്റെ ഒരു ത്രില്ലിലായിപ്പോയി. കല്യാണത്തിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി. അവസാനം സ്വന്തം ഭാഷയെ നഷ്ടപ്പെടുമെന്നായ നേരത്താ ഇങ്ങനൊരു ഭാഗ്യം കിട്ടിയത്. ഈ നാട്ടിൽ വരാനും കുറച്ച് മലയാള പുസ്തകങ്ങൾ കാണാനും. ബാഗ് വരട്ടെ. അങ്കിൾ, മോളത് ഇവിടെ? അത് ഞാൻ അമ്മയുടെ കൂടെ ലൈബ്രറിയിലേക്ക് വന്നതാ. ഹായ്, അഴകൻ സ്റ്റൈലായിട്ടുണ്ടല്ലോ. ഓഹോ, ഒരു കല്യാണത്തിന് പോയതാ. അപ്പൊ ചിരുതയോ? അവളല്ലേ സാപ്പാട് കഴിഞ്ഞു. അത് ഞങ്ങളൊന്ന് ചുറ്റിയിട്ട് വന്നാലോ? അമ്മേ, ജ്വല്ലറിയിലേക്ക് ഞാനില്ല. വേഗം തിരിച്ചെത്തണം. ഓ, അതാണ് ഗ്രേറ്റ്. അങ്കിളെ, വേഗം വിട്ടു.
ഇതാണ് ഇവിടുത്തെ വലിയ ടൗൺ. ഇവിടെ നിന്നാണ് ഞങ്ങൾ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങണത്. പിന്നെ കൂടിയ സാധനമൊക്കെ വാങ്ങിക്കണമെങ്കിൽ ബസ്സിൽ കയറി ഞങ്ങൾ പട്ടണത്തിൽ പോകും. അതെ, നമുക്കൊരു ചായ കുടിച്ചാലോ? ഇവിടെ ജോസഫ് മാപ്പിളേന്റെ ചായക്കടയുണ്ട്. അച്ഛന് പരിപാടി കിട്ടും. നമ്മുടെ പരിപാടി തന്നിട്ടുണ്ടോ? കേട്ടോ ജോസഫ് മാപ്പിളെ, 2 ചായ എടുത്തോ. വേഗം ആയിക്കോട്ടെ. മോക്ക് 2 പരിപ്പൂടെ എടുത്തു. ആ മുക്കില് അവിടെ ഞങ്ങള് സമരം. ജോസഫ് മാപ്പിളെ, പരിപ്പൂട ഇഷ്ടമല്ലേ? സൂക്ഷിച്ചു ചൂടുണ്ട് കേട്ടോ. എനിക്ക് ഒരു അനിയത്തി ഉണ്ടായിരുന്നു, മഞ്ഞ. മഞ്ഞയോ? മഞ്ഞ. അവിടെ എനിക്ക് അനിയത്തിയായിരുന്നു. അവള് എന്റെ കൂടെ തന്നെ ആയിരുന്നു ഊണും ഉറക്കവും ഒക്കെ. അവള് മോളെ പോലെയല്ല, ഭയന്ന സ്വഭാവ. പക്ഷേ മോളെ പോലെ തന്നെ പൂക്കളെ വലിയ ഇഷ്ടമായിരുന്നു അവക്ക്. ആരാത്? എന്തായി കാണണേ? എന്റെ ഭഗവതി, എന്താ ഇത്? അവള് വല്ലാണ്ട് പേടിച്ചുപോയി. മൂന്ന് ദിവസം പനിച്ചു കിടന്ന് പിന്നെ മരിച്ച്. അതെന്താ കുളത്തിൽ കാല് കഴുകിയാല്? തമ്പുരാക്കന്മാരുടെ കുളമാണ് മോളെ, അവിടെ അവൾ കയറരുതായിരുന്നു. അതെന്താന്ന്? നടക്ക്. ഞങ്ങൾക്ക് എവിടെയും കേറാൻ പാടില്ല മോളെ. പണ്ടൊക്കെ നിരത്തുമ്മേ കൂടി നടക്കാൻ കൂടി പാടില്ലായിരുന്നു. അതെന്താ? ഞങ്ങളുടെ കാലുമേലൊക്കെ ചേറല്ലേ, അത് നിരത്തുമ്മേലാകണ്ടെന്ന് കരുതിയിട്ടായിരിക്കും. കാല് കഴുകിയിട്ട് നടന്നാ പോരെ? കാല് കഴുകിയാലൊന്നും ഞങ്ങളുടെ ചേറൊന്നും പോകൂല മോളെ. ഇത് കാലങ്ങളായിട്ടുള്ള ചേറ. കംപ്ലീറ്റ് ബോറന്മാരാ. പറഞ്ഞത് കേട്ടില്ലേ? കംപ്ലീറ്റ് ബോറന്മാരാണെന്ന്. ഓഫീസിന് പുറത്തും ഓഫീസിനകത്തും. ഹലോ, കേട്ടു. ആ തോമസ് ഒക്കെ പരമ ബോറനാ. ക്രിക്കറ്റ് ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ല. മുമ്പിൽ കാണുന്നത് പോലെയല്ല. അമ്മേ, അഴകനങ്ങളുടെ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട, എനിക്ക് ഒരുപാട് ജോലികളുണ്ട്. അച്ഛാ, എന്തു പറ്റി മോളെ? അഴകനങ്ങളിനൊരു അനിയത്തി ഉണ്ടായിരുന്നു. ആ അനിയത്തി മരിച്ചുപോയി. അയ്യോ, സാരില്ല കേട്ടോ, സാരില്ല. മോള് വാ.
ഹലോ മാഡം, എന്താ ഇങ്ങനെ കറങ്ങി നടക്കുന്നേ? സൂസിക്ക് മഞ്ഞയുടെ കഥ പറഞ്ഞു കൊടുക്കായിരുന്നു. ഇങ്ങോട്ട് വരണ്ട, ഇങ്ങോട്ട് വരണ്ട, വരണ്ട. എന്നിട്ട് എപ്പോഴാ റോട്ടിൽ കൂടെ നടക്കാൻ തുടങ്ങിയേ? എന്താ? എന്നിട്ട് എപ്പോഴാ റോട്ടിൽ കൂടെ നടക്കാൻ തുടങ്ങിയെന്ന്? ഓ അത് മോള് അയ്യങ്കാളിയെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. ആ, ഞങ്ങളുടെ നേതാവായിരുന്നു അയ്യങ്കാളി. ഞങ്ങളുടെ താഴ്ന്ന ജാതിക്കാരുടെ. അന്ന് ഞങ്ങക്ക് നിരത്തുമ്പേ കൂടി നടക്കാൻ പാടില്ലായിരുന്നു. അയ്യങ്കാളി ഒരു കാളവണ്ടിയില് തലപ്പാവൊക്കെ വെച്ച് കെട്ടിയിട്ട് റോട്ടിമേ കൂടി ഓടിച്ചു പോയി. അയ്യടാ. എവിടെയാ വായിക്കാൻ കിട്ടുക? എന്ത്? അയ്യങ്കാളിയുടെ പുസ്തകം. അയ്യോ, അതൊന്നും എനിക്കറിയാൻ പാടില്ല മോളെ. ഞാനതൊന്നും വായിച്ചിട്ടൊന്നുമില്ല. സമരം ചെയ്യുമ്പോ കൂടെയുള്ള വലിയ ആളുകൾ പറഞ്ഞു തരുന്നതാ. അല്ലാണ്ട് ഞാനിവിടെ നിന്ന് വായിക്കാൻ. ഈ അയ്യങ്കാളിയെ പറ്റിയുള്ള പുസ്തകം വേണമായിരുന്നു. നോക്കിയിട്ട് കാണുന്നില്ല. ഉണ്ടായിരിക്കും. ഇത് അയ്യങ്കാളിയുടെ പുസ്തകം. ഓ, താങ്ക് യു. 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിലും 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പതിറ്റാണ്ടുകളിലും പുത്തൻ ഉണർവിന്റെ ദീപശിഖ ഉയർത്തിപ്പിടിച്ച് ഒരു പടനായകനെ പോലെ സ്വന്തം ജനസമുദായത്തെ പുരോഗതിയിലേക്ക് നയിച്ച ധീരനായ പോരാളി. കേരള നവോത്ഥാന മണ്ഡലത്തിൽ ഒരു ശുക്ര നക്ഷത്രം പോലെ ശോഭിച്ച മഹത് വ്യക്തിത്വം. കേരള നാടിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ തനതായ സമരപഥങ്ങൾ വെട്ടിത്തുറന്നുകൊണ്ടായിരുന്നു അയ്യങ്കാളിയുടെ കുതിപ്പ്. മൌലികാവകാശങ്ങളുടെ, നിരോധനങ്ങളുടെ ചൂടിലും വേവിലും അടിയുറച്ചു നിന്നുകൊണ്ടാണ് അയ്യങ്കാളി ജാതീകൃതമായ അനീതികളെ എതിരിട്ടത്. താൻ ജീവിച്ചിരുന്ന ജനസമൂഹത്തിൽ വിപ്ലവാത്മകമായ വ്യതിയാനം സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നതാണ് അയ്യങ്കാളിയുടെ ജീവിതത്തിന്റെ കാതലായ നേട്ടം. ഈ അയ്യങ്കാളിയുടെ പുസ്തകമൊക്കെ ആർക്ക് വായിക്കാനാ ലൈബ്രറിയിൽ നിന്ന് എടുത്തോണ്ട് വരുന്നത്? മോൾക്ക് വായിക്കാൻ. അവൾക്കിപ്പോ പാഠപുസ്തകമൊന്നും അല്ലേ വേണ്ടത്? ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചു വളരുന്നത് നല്ലതല്ലേ? എന്നിട്ട് അവളും നിന്നെ പോലെ ഇന്റലക്ച്വൽ ആവും, എല്ലാരോടും പുച്ഛമായി. മറ്റുള്ളവരെ പുച്ഛിക്കേണ്ടുന്ന രീതിയിൽ പെരുമാറിയിട്ടല്ലേ? നമുക്ക് എല്ലാവർക്കും ഇനി ഒരു ഉഗ്രൻ ലഞ്ച് കഴിക്കാം. പോയി നോക്കാം. നന്നായിട്ടുണ്ടല്ലേ? പള്ളി പെരുന്നാളിന് വരെ ഫാമിലി ആയിട്ട് വരുന്ന കണ്ടോ? പെരുന്നാളൊക്കെ അടിച്ചു പൊളിച്ചാ? എന്തൊക്കെയാ സാധനം ഇരിപ്പുണ്ട്? അടിക്കാം അല്ലേ? അത്യാവശ്യ കാര്യമുണ്ട്.
നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യും. നിങ്ങളിപ്പോ തിരിച്ചെത്താം. ഓക്കെ? അനിത സ്വന്തമായി എന്തെങ്കിലും ജോലി ചെയ്യണം. സ്വന്തമായൊരു നിലനിൽപ്പുണ്ടായാലല്ലേ ഈ ജീവിതത്തിന് എന്തെങ്കിലും ഒരു മീനിങ് ഉണ്ടെന്ന് തോന്നുക. ഇപ്പൊ കണ്ടില്ലേ, അവര് വരുന്നതുവരെ ഇങ്ങനെ ഇരിക്കണം. ജസ്റ്റ് വെയിറ്റിംഗ്. ചേച്ചി ബോംബെയിൽ എന്തെങ്കിലും ജോലി ചെയ്തിരുന്നോ? ഞാനൊരു NGOയുടെ കൂടെയായിരുന്നു. നേരത്തെ ജോലിക്ക് പോകേണ്ടതായിരുന്നു. അടുപ്പിച്ചടുപ്പിച്ച് 2 കുട്ടികളുണ്ടായതോടെ എല്ലാ താല്പര്യവും പോയി. ചേച്ചി രാധ നോക്കുന്നു. അതിന് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവും. ദേ വരുന്നുണ്ട്. ടച്ചിങ് ഒന്നും ഇല്ലേ? കുക്കിംഗ് പരിപാടി ഒന്നും ഇല്ലേ ഇവിടെ? പുസ്തകം വായനയുള്ളോ? രാത്രി ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടാണ് വായിക്കുന്നത്. അതിനിടയ്ക്ക് ടച്ചിങ്സിന്റെ കാര്യം മറന്നുപോയി. ഈ പിക്കിൾ എന്നൊക്കെ പറയുന്ന ഒരു സംഭവമില്ലേ, അതെവിടെയാണ്? ഈ അടുക്കളയെന്ന് പറയുന്ന ഒരു സംഭവമില്ലേ, അവിടെ കാണും. ഓ, ഉരുളക്കുപ്പേരി. ഹലോ നാൻസി, കൊറേ ദിവസമായിട്ട് വിചാരിക്കുന്നു വിളിക്കണമെന്ന്. ഹൗ ആർ യു? ആ, സുഖം. ദേ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ കൊടുക്കാം. ഹലോ ആന്റി, ഐ എം ഫൈൻ. ഇല്ല, ഫ്രണ്ട്സ് ഒന്നുമില്ല. ആ, ഒരു ഫ്രണ്ട് ഉണ്ട്, അതൊരു അങ്കിളാ. ആൻഡ് ഹൗസ് അവർ ഓർഗനൈസേഷൻ? ഓ ഗ്രേറ്റ്. ഇവിടെ ഒരു പബ്ലിക് ലൈബ്രറി ഉണ്ട്, അതൊരു വലിയ ആശ്വാസം. വേറെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. അമ്മയ്ക്കൊക്കെ സുഖമല്ലേ? ഓക്കെ നാൻസി, ടേക്ക് കെയർ. ഞാൻ പിന്നെ വിളിക്കാം. കൊച്ചമ്മേ, പുറംപണി എന്തെങ്കിലും ഉണ്ടോ? അഴകന്റെ ഭാര്യയല്ലേ? അതെ കൊച്ചമ്മേ, ചിരിത. ചിരിത എന്താ കാണാത്തേന്ന് ഞാൻ ആലോചിക്കായിരുന്നു. കുറുപ്പ് മുതലായുടെ ഭാര്യയ്ക്ക് എപ്പോഴും തെണ്ണം. 10 ദിവസമായിട്ട് അവരുടെ കൂടെയായിരുന്നു. ഇന്നാണ് ഒരു ഒഴിവ് കിട്ടിയത്. നമ്മളെ ഇവിടെ താമസിപ്പിക്കുന്നതാണേ മുതലാളി, അല്ലെങ്കിൽ എവിടെ പോവും? കോളനിയിലേക്ക് ഇദ്ദേഹം വരില്ല. അതിന് തോന്നുമ്പോഴൊക്കെ പാട്ട് പാടും, ചാരായം കുടിച്ച്. ഇടയ്ക്ക് ഞാനും കുറച്ചെടുത്ത് കുടിക്കും. വേറെന്ത് ചെയ്യാനാ? അപ്പൊ ചിരിത പാടുവോ? പറ്റായ ഞാനും പാടും. എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. പറഞ്ഞിട്ടുണ്ടാവും എന്നെ ഇഷ്ടമല്ലെന്ന്. ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല. പക്ഷെ വേറെന്താ ചെയ്യാ, കഴിഞ്ഞുവിടും എന്നെ. ഏഴ് മക്കളാ ഞങ്ങള്, അതിൽ 5 പെണ്ണ്. ഓരോന്നിനായിട്ട് പറഞ്ഞയക്കാൻ അച്ഛനും അമ്മയും പാടുപെടുമ്പോഴാ ഇയാളുടെ അമ്മേനെ കാണണേ. നല്ല പൊന്നു പോലത്തെ ഒരു സ്ത്രീ, ഒറ്റ മോൻ. അങ്ങനെ ഒരു കല്യാണം വേണ്ടാന്ന് വെക്കാൻ ഞാനാര്? ഒരു ചെക്കനുണ്ടായപ്പോ സന്തോഷിച്ചു. പക്ഷെ ഇയാൾ ആ ചെക്കനെ സ്നേഹിച്ചിട്ടേ ഇല്ല. അതാ അവൻ എവിടെ ഇല്ലാണ്ടായി പോയത്. ഇപ്പൊ എവിടെയാന്ന് പോലും അറിയില്ല. ഇയാൾക്ക് പക്ഷേ മുമ്പൊരു പ്രേമമെല്ലാം ഉണ്ടായിരുന്നു. ആ പെണ്ണ് ചത്തുപോയി. അതിന്റെ സങ്കടമായി ഈ പാട്ടുപാടല്. അപ്പൊ ചിരിതയ്ക്ക് അങ്ങനെ ആരോടൊന്നും തോന്നിയിട്ടില്ലേ?
പ്രേമോ? എനിക്കോ? പട്ടിണി അടക്കുമ്പോ വരണ സംഗതി അല്ലല്ലോ കൊച്ചമ്മേ പ്രേമം. പട്ടിണിയായിരുന്നു ജനിച്ചപ്പോ തൊട്ട്. പട്ടിണിയും അലച്ചിലും. തല കറക്കണ പോലെ മോളെ. ഞാൻ പിടിക്കാം. ഇരുന്നോ. പതുക്കെ. സഖാവ് കോശി മാത്യു സിന്ദാബാദ്. സഖാവ് കോശി മാത്യു സിന്ദാബാദ്. സഖാവ് കോശി മാത്യു സിന്ദാബാദ്. സഖാവ് ഗോപാലവർമ്മ സിന്ദാബാദ്. സഖാവ് ഗോപാലവർമ്മ സിന്ദാബാദ്. സഖാവ് ഗോപാലവർമ്മ സിന്ദാബാദ്. സഖാവ് കോശി മാത്യു സിന്ദാബാദ്. സഖാവ് കോശി മാത്യു സിന്ദാബാദ്. സഖാവ് കോശി മാത്യു സിന്ദാബാദ്. സഖാവ് ഗോപാലവർമ്മ സിന്ദാബാദ്. മോനെ, പൊന്നുമോനെ. സഖാക്കളെ, അടിയന്തരാവസ്ഥയുടെ കരാള ദിനങ്ങൾ അങ്ങനെ അവസാനിച്ചു. ഇന്ത്യ മുഴുവനുമുള്ള പ്രബുദ്ധരായ ജനതയുടെ ത്യാഗോജ്ജലമായ സമരമുന്നേറ്റങ്ങൾ നമുക്കൊക്കെ പാഠമാകേണ്ടതാണ്. നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കളായ കോശി മാത്യുവും ഗോപാൽ വർമ്മയും നമ്മളെ അഭിസംബോധന ചെയ്യുന്നതിന് മുൻപായി ഞാനിവിടെ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1 വർഷം ജയിലിൽ കിടന്നിട്ടാണ് സഖാവഴകൻ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇത്രയും കാലം ഈ പാവപ്പെട്ട എന്നാൽ ധൈര്യവതികളായ അമ്മയും ഭാര്യയും അനുഭവിച്ച യാതനകൾ നമ്മൾ ഓർത്തേ മതിയാകും. അവർക്ക് വിപ്ലവാഭിവാദ്യങ്ങൾ. ലാൽ സലാം. സഖാവ് കോശി മാത്യുവിനെ നിങ്ങളോട് സംസാരിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. വാ മോനെ, ഇതാണിപ്പോ നമ്മുടെ കോളനി. അതിനിടയിൽ ഞങ്ങളോട് കനാലിന്റെ കരയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഓർഡറായി. അമ്മയ്ക്കാണെങ്കിൽ നിർബന്ധം. തലയ്ക്ക് മുകളിൽ ഒരു കോരുള്ളപ്പോൾ തന്നെ കല്യാണം വേണമെന്ന്. ഞാനും അയാൾ അതിനെപ്പറ്റി മിണ്ടിയിട്ടും കൂടിയില്ല. ദൈവമേ, എന്റെ കുഞ്ഞുങ്ങളെ കാത്തോളൂ. ഒന്ന് വേഗം തീർക്കടോ. വാ പൊളിക്കാം. ഞങ്ങൾ പിന്നെ ഓരോ നാട്ടിൽ നിന്നും ഒഴിഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു.
ഞാൻ പ്രസവിക്കുന്നതിന് 2 മാസം മുമ്പ് അമ്മ മരിച്ചു പോയിരുന്നു. ഞങ്ങളിങ്ങനെ നാട് തണ്ടതിന്റെ ഇടയിൽ ആ ചെക്കൻ എങ്ങനെ പഠിക്കാൻ പറ്റും? വീണ്ടും വീണ്ടും ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങൾ പുറത്തായിക്കൊണ്ടേയിരുന്നു. അയ്യപ്പനെവിടെ? അയ്യോ, എന്റെ മോനെവിടെ? പോയി വരട്ടെ കൊച്ചമ്മേ. ഞാനിപ്പോ പറഞ്ഞൊന്നും അയാൾ അറിയണ്ട. അവളെന്നെ പറ്റി എന്തൊക്കെയാണാവോ പറഞ്ഞത്? ഞാനിപ്പോ പറഞ്ഞൊന്നും അയാൾ അറിയണ്ട. ഞാൻ അവളെ കെട്ടിയത് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അവൾ എന്നെ കെട്ടിയത് എനിക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെന്താ ചെയ്യാ? കൂടെ താമസിപ്പിക്കുക തന്നെ. ഒരു മകനുണ്ടായി, തല തെറിച്ചവൻ. ഇപ്പൊ എവിടെയാണെന്ന് ഒരു പിടിയില്ല. 10 വയസ്സിൽ നാട് വിട്ടുപോയതാ. അവള് കാലത്തെ പഠിക്കും, വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കും. ഞാനും കാലത്തെ പഠിക്കും, വൈകുന്നേരം വന്ന് ഞാനായെടുക്കും. എന്നിട്ട് പാട്ട് പാടും. പാട്ട് പാടും. പാട്ട് ആരെ പറ്റിയാണെന്ന് പറഞ്ഞു ചിരുത. എല്ലാ പാട്ടിലും അവളാ. മാല, അവക്ക് ഞാനെന്ന് പറഞ്ഞ ജീവനായിരുന്നു. ഈ വശത്ത് കുറച്ച് കൊണ്ടങ്ങ് മാറ്റിക്കോ. കല്ല് കയറുന്നോ? ഈ നട ഇല്ല. ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുത്തിറങ്ങുമ്പോ പഴയ സ്റ്റുഡന്റ് കാലത്ത് എത്തിയതുപോലെ. പഠിക്കുമ്പോഴൊക്കെ എന്തൊക്കെ പ്ലാനുകളായിരുന്നു. എല്ലാ മേഖലയിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ആർട്ട്, സോഷ്യൽ വർക്ക്, അഡ്മിനിസ്ട്രേഷൻ. എന്നിട്ടിപ്പോ 3 പേരുടെ അടുക്കള മേഖല നേരെയാക്കലാ പണി. വശത്തെ ഗോരിയുടെ. ഗുഡ് മോർണിംഗ് സാറേ. ഗുഡ് മോർണിംഗ്.
ഞങ്ങളുടെ അയൽവക്കാരാ. അങ്കിളിന് ഇത് എന്ത് പറ്റി? അതെ, മോളുടെ അച്ഛന്റെ ആഫീസ് വൃത്തിയാക്കിയതാ. ഞാനത് കുളിച്ചിട്ട് വരാട്ടാ. കണ്ണാടിയുടെ ഈ ലക്കം അവസാനിച്ചു. അടുത്ത ലക്കം 2 ആഴ്ചയ്ക്ക് ശേഷം. അവനൊരു അയൽവാസി, വലിയ പരിചയഭാവത്തിലൊരു ചിരിയും. അതിനിപ്പോ ഇത്ര ചൂടാവുന്ന എന്തിനാ? നമ്മുടെ അയൽപ്പക്കത്തുള്ള ആളല്ലെന്ന് കരുതി ഒന്ന് ചിരിച്ചു കാണും. ഓ, അത് വലിയ ക്ഷീണായിപ്പോയി നമ്മുടെ ചീഫ് മാനേജർക്ക്. പൊടി. നീ എന്തായിരുന്നു കുറുപ്പ് ഒരാളുടെ പോണില്ലേ? അവിടെ നിന്ന് ആരൊക്കെയോ വരുന്നുണ്ട്. ഞാൻ ചെല്ലണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ പണിക്കുവാണല്ലേ? മേലൊരു വേദന. കുടിക്കണേനൊരു കണക്ക് വേണം. ഇത് കുടിക്കണേന്റെ ഒന്നും അല്ലടി, പഠിക്കണ പോലെ. അവിടെ ഇരിക്കെ, ഞാൻ കുറച്ച് തുളസി കഷായം ഉണ്ടാക്കി കൊണ്ടുവരാം. അങ്കിൾ, അകത്തേക്ക് വരട്ടെ? അങ്കിൾ, ഇത് ശ്രീനാരായണ ഗുരു അല്ലേ? അങ്കിൾ എന്തായിന്ന് പണിക്ക് പോവായിരുന്നേ? അങ്കിളിന് വയ്യ, പനി. അപ്പൊ അങ്കിള് മരുന്ന് കഴിച്ചില്ലേ? കഴിക്കാൻ പോവാ, ഇപ്പൊ ശരിയാവും. അങ്കിളിനെ കാണാണ്ട് ഒരു രസമില്ല. വിമോചന സമരത്തെ പറ്റിയുള്ള ഒരു പുസ്തകം കിട്ടി. എന്നിട്ട് അമ്മ വായിച്ചു, ഞാൻ കേട്ടു. അഴകനങ്ങൾ ഓരോന്ന് പറയുമ്പോഴാ ഇപ്പൊ എനിക്കും അമ്മയ്ക്കും ഓരോന്ന് പഠിക്കാൻ പറ്റുന്നേ. അപ്പൊ ഞാൻ നിങ്ങൾക്കൊരു പാട്ടുപുസ്തകല്ലേ? പാട്ടുപുസ്തകങ്ങളെ പാഠപുസ്തകം. പാഠപുസ്തകം. ചിലപ്പോ തോന്നും സ്വന്തമായിട്ടൊരു നാടില്ലാത്തത് നന്നായെന്ന്. ഏതെല്ലാം നാട്, ഏതെല്ലാം ആൾക്കാര്, എല്ലാ നാടും നമുക്ക് സ്വന്തം. എന്നാ നമുക്കൊരു സ്വന്തവും ഇല്ല. അതൊരു ഭാഗ്യം തന്നെ. പക്ഷെ പേരിലൊരു തുണ്ട് ഭൂമി. ഒരുപാട് സ്ഥലങ്ങളിൽ താമസിച്ച്, പക്ഷെ വെറുതെ ഇരുന്നിട്ടില്ല. പണിയെടുത്ത് നാട്ടുകാരോടൊപ്പം കൂടി അവകാശങ്ങൾ ചോദിച്ചു. കുടിയിറക്കിയവരെ നീതിപൂർവ്വം മാറ്റിപ്പാർപ്പിക്കുക. സർക്കാർ നീതി പാലിക്കുക. കുടിയിറക്കിയവരെ നീതിപൂർവ്വം മാറ്റിപ്പാർപ്പിക്കുക. കുടിയിറക്കിയവരെ നീതിപൂർവ്വം മാറ്റിപ്പാർപ്പിക്കുക. സർക്കാർ നീതി പാലിക്കുക. സർക്കാർ നീതി പാലിക്കുക. ഇൻകുലാബ് സിന്ദാബാദ്. അവകാശങ്ങൾ നേടിയെടുക്കും. അവകാശങ്ങൾ നേടിയെടുക്കും. അവകാശങ്ങൾ നേടിയെടുക്കും. ഒന്നും കിട്ടിയില്ല. അങ്കിളുടെ പാട്ട് കേട്ടിട്ട് കൊറേ നാളായി. ഇന്ന് രാത്രി നോക്കട്ടെ കേട്ടോ. ഓംപുരിയുടെ അഭിനയം തകർപ്പനായിരുന്നു. വിനോദ്, മാഡം, ഓംപുരിയെ ശരിക്കും യൂസ് ചെയ്തിട്ടുള്ളത് ഗോവിന്ദനിക്കാല്ലേ? ബോറമാരൊക്കെ ഉണ്ടല്ലോ. നീ പോ, ഇവരുടെ ഫ്രണ്ട്സ് ആണിപ്പോ. നീ പോ പെണ്ണെ. ഈ ഓംപുരിയുടെ അഭിനയം അർദ്ധസത്യയിലും ഗംഭീരമായിരുന്നു. പക്ഷെ ആക്രോഷിന്റെ കാര്യം അതല്ല. എക്സാക്ട്ലി. എന്താ ഒരു ക്യാരക്ടർ. അവസാനത്തെ ആ നിലവിളി ഉണ്ടല്ലോ, ആ ക്യാരക്ടറും ആർട്ടിസ്റ്റും തമ്മിലുള്ള ഒരു പ്രകടനമായിരുന്നു അല്ലേ? അത് ശരിയാ. ആക്രോശ് ഒരു ഗംഭീര പടം തന്നെ. യെസ്.
എന്നാ നമുക്കൊരു പാട്ടായാലോ? അതിനല്ലേ അബൂബക്കറിന്റെ വരവ്. എന്നാ പാട് അബൂബക്കറെ, നല്ല മൂടല്ലേ? പഠിക്കോ. ഏത് പാട്ടാ പാടണ്ടേ? നിന്റെ ആ ഫേവറേറ്റ് സന്യാസിനി. ആ സന്യാസിനി മതി, സന്യാസിനി മതി. അത് മതി. സന്യാസിനി അസല് പാട്ട്. പാട്ട് കൊള്ളാം. സാറേ, നമ്മുടെ അഴകനല്ലേ സാറേ അത്? കായലോളത്തിലാടും കോളിന്റെ കാലു പിടിച്ചു കരഞ്ഞോളെ, നിന്നെ തൊഴഞ്ഞു തൊഴഞ്ഞു തൊഴഞ്ഞ് കൊണ്ടുവൻ വരും മഞ്ചീതാരേ, നിന്നെ തൊഴഞ്ഞ് 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 കൊണ്ടുവൻ വരും മഞ്ചീതാരേ. കായലോളത്തിലാടും കോളിന്റെ കാലു പിടിച്ചു കരഞ്ഞോളെ, നിന്നെ തൊഴഞ്ഞു തൊഴഞ്ഞു തൊഴഞ്ഞ് കൊണ്ടുവൻ വരും മഞ്ചീതാരേ, നിന്നെ തൊഴഞ്ഞ് 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 കൊണ്ടുവൻ വരും വഞ്ചി ഞാന്. കുറുമാലിപ്പുഴ കുളിക്കാൻ വന്നൊരു കരിമ്പുള്ളിക്കുയിലേ, തന്നാനേ താനാനേ താനാനേ നാനേ താനാനേ 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 നാനേ നാ. അവന്റെ പാട്ടൊന്ന് ഞാൻ നിർത്തും. നീ എന്താ ഒന്നും പറയാത്ത? അയാള് പാട്ട് പാടുന്നതിന് നിങ്ങൾക്കെന്താ? മാന്യന്മാര് വീട്ടിൽ വരുമ്പോഴാ ഒരു അപശകുനം പോലത്തെ പാട്ട്. എന്നിട്ട് അവരൊക്കെ അത് കേട്ടു നിന്നല്ലോ. അത് അവരുടെ മര്യാദ. അതെന്ത് മര്യാദ? അവർക്ക് പാട്ടിഷ്ടായി, അതുകൊണ്ട് കേട്ടു നിന്നു. നിങ്ങൾക്ക് പാട്ടിഷ്ടായില്ല, കാരണം നിങ്ങൾക്ക് അയാളെ ഇഷ്ടമല്ല. അവർക്ക് പാട്ടിഷ്ടായി, എനിക്ക് പാട്ടിഷ്ടായില്ല, കാരണം എനിക്ക് അയാളെ ഇഷ്ടമല്ല. നിനക്ക് പഠിപ്പിക്കാൻ പോക്കൂടെ? ഇത് വലിയ കൊടുക്കായിപ്പോ ഈ സ്ഥലം. ആദ്യം ഞാൻ കരുതി ബോംബെയിലെ തിരക്കളിൽ നിന്നൊരു രക്ഷ. ബട്ട് ദിസ് ഇസ് ടു മച്ച്. ഒന്നും ചെയ്യാനില്ല. ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് ഇവരെങ്കിലും കൂടെ ഉണ്ടാവും. പിന്നെ ഞാനിങ്ങനെ ഐ ഹാവ് നത്തിങ് ടു ഡു. ഞാൻ നിന്നെ ബോറടിപ്പിക്കാല്ലേ? സ്വന്തം വിഷമം പറഞ്ഞ സോറി. ചേച്ചി, എനിക്കൊരു സംശയം. എന്താണിത്? നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് തോന്നുന്ന അനുസരിച്ചല്ലേ? നമുക്ക് തോന്നിയില്ലെങ്കിൽ അതിനർത്ഥമൊന്നുമില്ലല്ലോ.
വശത്തോടി സീതര പതുക്കെ ബസ്സോട് പിടിച്ചു. ചവിട്ടോടി ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം. അമ്മ, അനിതാന്റിക്ക് എന്ത് പറ്റിയതാ? അറിയില്ല മോളെ. ദൈവം വിളിച്ചതാവും. ദൈവം വിളിച്ചാ പോവാതെ പറ്റോ? ദൈവം എന്നെയും വിളിക്കുവോ? ഞാനൊന്ന് കുളിക്കട്ടെ. ആ തോമസ് ഒരു ബോറൻ തന്നെയാ. ഇത്രയും നല്ലൊരു പെൺകുട്ടിയെ കിട്ടിയിട്ട് അവളെ വിട്ട് ഒരു അഴുക്ക് സാധനത്തിന്. അപ്പോ അയാൾക്ക് വേറെ ബന്ധം ഉണ്ടായിരുന്നോ? നിങ്ങൾക്കൊക്കെ അറിയായിരുന്നു അല്ലേ? എത്ര തവണ പറഞ്ഞ അവനോട് അത് ഒഴിവാക്കാൻ. അയാളെ കമ്പനിന്ന് പറഞ്ഞു വിട്ടൂടെ? എന്തിന്? ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യക്ക് കാരണമായതിന്. നീ എന്താ ഈ പറയുന്നത്? കമ്പനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് മർഡർ ഒന്നും അല്ലല്ലോ. This amounts to murder. ഹലോ മാഡം, നിന്റെ ഈ എക്സ്ട്രീമിസം ഒന്നും ഇവിടെ ചെലവാവില്ല. എന്താടി? അമ്മ, എന്താ എന്താ പറ്റി? അവൾ എന്തോ കണ്ട് പേടിച്ചതാ. നീ കിടന്നോടാ. എനിക്കിപ്പോ ഈ നാടിനോട് വെറുപ്പ് തോന്നുന്നു നാൻസി. ഇന്നസെന്റ് ആയ ഒരു പെൺകുട്ടി സ്വന്തം നാട്ടിൽ നിന്ന് 100-200 കിലോമീറ്റർ അകലെ ഈ ബോറനെ മാത്രം വിശ്വസിച്ച്. അവളുടെ വീട്ടുകാരൊക്കെയോ വന്നു, അവളെ കൊണ്ടുപോയി. ഒരാൾക്കും ഒരു അഭിപ്രായവും ഇല്ല. എന്തൊരു നാടായത്. ഐ ഡോണ്ട് നോ. ഞാൻ വിളിക്കാൻ നാൻസി. എന്തേ? അപ്പൊ അമ്മ അടുപ്പിച്ചടുപ്പിച്ച് പ്രസവിക്കായിരുന്നോ ഞങ്ങളെ രണ്ടാളെയും? ഹലോ ബുദ്ധിജീവി, തന്നെ പ്രസവിക്കാൻ എനിക്ക് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതെന്താ? എനിക്കിഷ്ടമുണ്ടായിരുന്നില്ല. ഇഷ്ടമില്ലായിട്ടാണോ എന്നെ പ്രസവിച്ചേ? ആ നിന്റെ അച്ഛന്റെ പ്രാന്ത്. അപ്പൊ അച്ഛന്റെ പ്രാന്ത് ഉണ്ടായാലും അമ്മ പ്രസവിക്കും? acres ഉണ്ട്. നമുക്ക് ഇവിടുന്ന് ഒരു ഫ്രണ്ടേജ് 900 meters ഉണ്ട്. പിന്നെ 2 ആക്സസ് ഉണ്ട് സർ. അതാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ്. ഒന്ന് അവിടുന്ന്. അതെ സർ. നമ്മളിവിടെ എല്ലാവരും വെക്കേറ്റ് ചെയ്യിപ്പിക്കണം. അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ. സാറേ, ഗുഡ് മോർണിംഗ് സാറേ. ആ ഗുഡ് മോർണിംഗ്. സാറെന്താ ഞങ്ങളുടെ കോളനിയിൽ? താനതിന് ഇവിടെ അല്ലല്ലോ താമസം. എന്നാലും ഞങ്ങളുടെ കോളനി തന്നെയല്ലേ സാറേ? റോഡ് ആക്സസ്, ഒരു വാട്ടർ ആക്സസ്. അവിടെയാണ് ഞാൻ പറഞ്ഞ ബോട്ടിംഗ് പോയിന്റ്. ഹൗ ഇസ് ദിസ് പ്ലേസ്? ഡിഡ് യു ലൈക്ക് ഇറ്റ്? I was explaining to him. Oh, good. എന്നാ സാറേ? തോമസ്,
സാറിന്റെ സ്റ്റേ അറേഞ്ച് ചെയ്യണം. അയ്യോ കോശിമാത്തി സാറേ. अழगन अरे ये क्या बात सुखोले अழகன். अच्छा ആ അഴകനെ കൊണ്ട് പൊറുതിമുട്ടി. ഇന്നിപ്പോ എന്തുണ്ടായത്? എന്തുണ്ടാവാനാ, ആ പാലത്തിന്റെ അപ്പുറത്തുള്ള ഹരിജൻ കോളനി കാണാൻ പോയതാ. ആ സ്ഥലം നമ്മുടെ കമ്പനി അക്വയർ ചെയ്യാൻ പോവാണേ. അപ്പോ അവരൊക്കെ എന്ത് ചെയ്യും? അവരെവിടെയെങ്കിലും മാറ്റി താമസിപ്പിച്ചോളും. അതല്ല പറഞ്ഞത്. ബോംബെയിൽ നിന്ന് നമ്മുടെ കമ്പനി പാർട്ട്ണർ മിസ്റ്റർ കോശി മാത്യു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്പെക്ട് ചെയ്യാനായിട്ട്. അദ്ദേഹത്തിന് ഇവനെ അറിയാം. എമർജൻസി കാലത്ത് ഒരുമിച്ച് ജയിലിൽ കിടന്നിട്ടുണ്ട് അത്രേ. ഹോ, എന്തായിരുന്നു അവന്റെ ഒരു പവർ. വിനോദിന്റെ പ്രശ്നം എന്താണെന്നറിയോ? പറഞ്ഞതാ, അസൂയ. ആ ബോറിനോടോ? ആ ക്യാച്ച് പിടിക്കണേ. അടിക്കുവാണെങ്കി എടുക്ക വേഗം. ക്രിക്കറ്റ് കളിയാണല്ലേ നമ്മുടെ. അഴകന്റെ എമർജൻസിയിൽ ജയിലിൽ കിടന്നിട്ടുണ്ടല്ലേ? ഒരു കൊല്ലത്തോളം കിടന്നായിരുന്നു. അമ്മേ, ഈ എമർജൻസി എന്ന് വെച്ചാ എന്താ? പറഞ്ഞിരുന്നുണ്ട്. വരുന്നോ? അതെങ്ങനെ? ഞാനെന്ന് സഖാവായി. സാറേ, മുട്ട എന്താ ആക്കണ്ടേ? പുഴുങ്ങണോ? അമ്മ എന്താന്ന് ചാക്ക് ഒന്നും പറഞ്ഞു തരൂല. വലിയ ആൾക്കാരെ എങ്ങനെ കഴിക്കണേന്ന് എനിക്കുണ്ടോ നിശ്ചയം? പീഡിയക്കാരനൊരു സംശയം, എനിക്കെന്തിനാ ഇത്രയും റൊട്ടി സാധനങ്ങളെന്നൊക്കെ. ഞാൻ പറഞ്ഞ് വീട്ടിലൊരു അടിയന്തരമുണ്ടെന്ന്. അഴകന്റെ നാട് ഇത് തന്നെയാണോ? ശരിക്കും നാട് കുറച്ച് വടക്ക. അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് കുറെ കാലമായി. പിന്നെ പലയിടത്തായിട്ട് പല നാട്ടില്. ശരിക്കും പറഞ്ഞ ഒരു നാട് കാണല്. കഷ്ടവാ ഇവരുടെയൊക്കെ കാര്യം. ഇതൊക്കെ മാറണം. സാറ് കഴിക്കണം. നീ ഇവിടെ ആരോ രണ്ടുപേരെ പാർപ്പിച്ചിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ അഴക. ഇവിടെ അങ്ങനെ ആരെയും പാർപ്പിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ പറഞ്ഞേക്കുന്നുണ്ടല്ലോ. ആ ഇല്ല, ഇവിടെ ഞാൻ അമ്മയെ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കൊന്ന് അകത്ത് കയറി നോക്കണം. അത് പറ്റൂല. അതെന്താ? അല്ല, എന്റെ വീട്ടിൽ കണ്ട് എനിക്ക് ഇഷ്ടമല്ല. അത് തന്നെ. കൂടുതലടക്കം പൊക്കെടുത്ത് നിന്നെ നാട് കടത്തും. അതെന്താന്ന് വെച്ചായിക്കോ, പക്ഷെ വീടിനകത്ത് കയറാൻ പറ്റൂല. സാർ, അവിടെ ഒരു കുഴിയുണ്ട്. വാ അയ്യാ, വെള്ളം. സാറേ വാ. വെള്ളം. ഞാൻ നോക്കട്ടെ. അവിടെ ഇരിക്കും. ആ സാറേ പോരെ. വാ വാ. ഒഴിക്കണല്ലേ?
മാത്യു സാറിന് അത് പിന്നെ കാണുന്നത് ഇപ്പോഴാ. വാടി. എന്നെ കണ്ടപ്പോ തന്നെ തിരിച്ചറിഞ്ഞട്ടാ. ഈ കോശി മാത്യു സാർ ഇപ്പൊ എന്തിനാ വന്നെന്നറിയോ? അതറിയില്ല. ഞങ്ങളുടെ കോളനിയൊക്കെ നടന്ന് കാണണ്ടായിരുന്നു അവര്. ഇപ്പൊ ഇവിടത്തെ സാറിന്റെ കമ്പനിയുടെ മുതലാളിയാ കോശി സാറ്. എന്നിട്ടിപ്പോ ആ കമ്പനി നിങ്ങളുടെ കോളനി നിൽക്കുന്ന സ്ഥലം ഏറ്റെടുക്കാൻ പോവാണ്. അവിടെ ഫ്ളാറ്റുകൾ പണിയാൻ. ഫ്ലാറ്റ്? അപ്പൊ ഞങ്ങളുടെ ആളുകളൊക്കെ എവിടെ പോയി ജീവിക്കും? കമ്പനി നിങ്ങളെയൊക്കെ വേറെ എവിടെയെങ്കിലും മാറ്റി താമസിപ്പിക്കുമെന്നാ പറയുന്നത്. മാറ്റി താമസിപ്പിക്കും? അതൊക്കെ ശരിയാണ്. അപ്പൊ ഞങ്ങളുടെ ആളുകളൊക്കെ എവിടെ പോയി താമസിക്കും? ഞങ്ങൾ ഒഴിയില്ല. ഞങ്ങൾ സമരം ചെയ്യും. കൃഷി മനുഷ്യന്റെ മൗലികാവകാശം. കൃഷിഭൂമി കർഷകന്. കൃഷി മനുഷ്യന്റെ മൗലികാവകാശം. കൃഷിഭൂമി കർഷകന്. കൃഷി മനുഷ്യന്റെ മൗലികാവകാശം. ഞരമ്പിലും മഞ്ഞ്, മലയിന്റെ കൂർത്ത മൊനമ്പിലും മഞ്ഞ്, മല മുത്തന്മാരുരുകുന്ന മഞ്ഞ്, കീഴ്മല മുത്തികൾ പുകയുന്ന മഞ്ഞ്. ഭഗവാന്റെ പാമ്പിൻ തലയിലും മഞ്ഞ്, ഭഗവതി വാഴുന്ന മറ്റിലും മഞ്ഞ്, കുന്നിന്റെ കതിരിട്ട പച്ചച്ച കണ്ണിൽ വെള്ളെഴുത്തായി പരക്കുന്ന മഞ്ഞ്. ആദിത്യദേവന്റെ തീമുഖം മൂടി ചോര വലിച്ചു മതിക്കുന്ന മഞ്ഞ്, പാളോരു കൈകോർത്തു വീഴാതെ പോകും നൂലിന്റെ പാലം വലിക്കുന്ന മഞ്ഞ്. ആദിത്യദേവന്റെ തീമുഖം മൂടി ചോര വലിച്ചു മതിക്കുന്ന മഞ്ഞ്, പാളോരു കൈകോർത്തു വീഴാതെ പോകും നൂലിന്റെ പാലം വലിക്കുന്ന മഞ്ഞ്. കുടിനീര് കല്ലാക്കി മാറ്റുന്ന മഞ്ഞ്, കുടിയാകെ മാന്തി പൊളിക്കുന്ന മഞ്ഞ്, വെള്ളക്കരടിയായി ചുറ്റുന്ന മഞ്ഞ്, വെള്ളിടിയൊക്കെ വിഴുങ്ങുന്ന മഞ്ഞ്. കുടിനീര് കല്ലാക്കി മാറ്റുന്ന മഞ്ഞ്, കുടിയാകെ മാന്തി പൊളിക്കുന്ന മഞ്ഞ്, വെള്ളക്കരടിയായി ചുറ്റുന്ന മഞ്ഞ്, വെള്ളിടിയൊക്കെ വിഴുങ്ങുന്ന മഞ്ഞ്. ചാവിന്റെ മണവുമായി തെക്കുന്നെത്തി കോലായിൽ കോലമായി തുള്ളുന്ന മഞ്ഞ്. പൂവിന്റെ മണവുമായി പനയിന്നിറങ്ങി കോർബല്ലിൽ ഭൂമിയെ കൊടയുന്ന മഞ്ഞ്. ഏലാലത്താലേ 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 ഏലാലത്താലേ. പുഴയുടെ പാട്ട് കുടിക്കുന്ന മഞ്ഞ്, കഴുകന്റെ ചിറകേന്ന് പൊഴിയുന്ന മഞ്ഞ്. പുഴയുടെ പാട്ട് കുടിക്കുന്ന മഞ്ഞ്, കഴുകന്റെ ചിറകേന്ന് പൊഴിയുന്ന മഞ്ഞ്, കുഴയുന്ന നാവുമായി മഞ്ഞത്തിരുന്ന് പൊലയനിത പാടുന്നൊരു ചുടലപ്പാട്ട് പാടുന്നേ. പുഴയുടെ പാട്ട് കുടിക്കുന്ന മഞ്ഞ്, കഴുകന്റെ ചിറകേന്ന് പൊഴിയുന്ന മഞ്ഞ്, കുഴയുന്ന നാവുമായി മഞ്ഞ. അയ്യോ സാർ, പ്ലീസ്. അയ്യോ, എന്റെ കോമ്പൗണ്ടിനകത്ത് നിന്നെ ഇനി കണ്ടുപോരുത്.
അയ്യോ കോശി സാർ, സാർ കോശി സാർ, സാർ നമ്മുടെ വീടെത്തി സാർ. സാർ അച്ഛൻ എന്തിനാ അങ്കിളിനെ തല്ലിയേ? നീ മിണ്ടരുത്. നീ ഒരുത്തി കാരണാ. അയാളെ തല്ലേണ്ടിയിരുന്നില്ല. സന്ധ്യാസമയത്ത് വീട്ടിൽ മാന്യന്മാര് കയറി വരുമ്പോ ഒരുത്തൻ മുറ്റത്ത് ചാരമടിച്ച് പാട്ടുപാടുക. മാന്യന്മാരൊക്കെ അപ്പുറത്ത് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. തെമ്മാടിത്തരം പറയരുത്. ഓ, ദേ ആർ മൈ ഫ്രണ്ട്സ്. ഐ ക്യാൻ ഓൺ അപ് ടു ദം. ഇയാള് പക്ഷെ നിന്റെ ആരാ? ഷെയ്ം ഓൺ യു. Everything is fine, sir. कौन सा जगह? അയ്യോ കോശി സാർ. രാധമോളെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലേ? ആന്റി, എനിക്ക് അമ്മയ്ക്കും വലിയ വിഷമായി അച്ഛൻ അങ്കിളിനെ അടിച്ചപ്പോ. അതൊന്നും സാരല്ല മോളെ, ആ അങ്കിളിന് ഇടയ്ക്കൊരു അടി കിട്ടേണ്ടത് തന്നെയാ. എന്തായി ചെറുതേ കോളനിയില്? കോളനിക്കാര് സമരത്തിലാ. അപ്പൊ അടക്കം പണിക്ക് പോയില്ലേ? ആൾക്കാര് സമരം ചെയ്യുമ്പോഴോ സമരം കേട്ടാ മതി. നിന്റെ ഹീറോ ഇന്നു മുതൽ നിരാഹാരം കിടക്കാൻ പോവാ. കമ്പനി പഠിക്കൽ സഖാവ വഴകൻ. ബൈ. നിരാഹാരത്തിന് മുമ്പ് കുറച്ച് ആഹാരം. അഴകൻ നല്ലോണം കഴിക്ക്. പന്തലിന് പുറത്ത് ഞാനും നിരാഹാരം തന്നെ വച്ചമേ. നിന്നോടാരാ നിരാഹാരം ഇരിക്കാൻ പറഞ്ഞത്? അത് ശരി, നിങ്ങൾ പട്ടിണി കിടക്കുമ്പോ ഞാൻ അപ്പുറത്ത് പോയി വലിച്ചു വരെ തിന്നണോ അല്ലേ? രണ്ടാളും തൽക്കാലം നല്ലോണം കഴിക്ക്. അങ്കിളെ ജ്യൂസ്. രാധേ, ഭക്ഷണം കഴിക്കുമോളെ. അഴകനങ്കിളൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. പിന്നെ നിരാഹാരം കിടന്ന ബിരിയാണിയല്ലേ കഴിക്കുക? മോള് കഴിക്ക് കഴിക്ക്. നിരാഹാര സമരം. നിന്റെ ഏകാന്തമാം ഓർമ്മതൻ വീതിയിൽ നിന്നെ എന്നെങ്കിലും കാണും ഒരിക്കൽ നീ എന്റെ കാൽപ്പാടുകൾ കാണും. അന്നു എന്നാത്മാവ് നിന്നോട് മന്ത്രിക്കും. നിന്നെ ഞാൻ ഇതിപ്പോ ഇവിടെ വെച്ച് നമ്മൾ ഈ മദ്യപിക്കുന്നത് എന്തിനാന്നറിയോ? ഇവിടെ ഇരുന്ന് പാടാൻ വേണ്ടിട്ടാ. എന്താച്ചാൽ ഇനി ആ തെണ്ടിയുടെ പാട്ടുണ്ടാവില്ലല്ലോ. അവൻ ചാവാൻ കിടക്കുക. അല്ല, അതിനു മുമ്പ് അവനെ അറസ്റ്റ് ചെയ്യും. പിന്നെ അവൻ പുറത്തേക്ക് വരില്ല. എന്ന് വെച്ചാൽ ഇതോടുകൂടി അവന്റെ പാട്ട് കട്ട്. അതിന്റെ ആഘോഷമാണെന്ന് എനിക്ക്. അത്
ചിലവർക്ക് പറ്റിയെന്ന് വരില്ല. അങ്ങനത്തെ ആൾക്കാർക്ക് വേണമെങ്കിൽ പോവാം. ബിക്കോസ് ദിസ് ഈസ് മൈ ഹൗസ്. വൃത്തിയുടെ മനുഷ്യൻ. നിക്കവിടെ. യു കാൺ ബെയർ ഇറ്റ് അല്ലേ? നിനക്ക് അവന്റെ പാട്ട് കേൾക്കാതെ വയ്യ. എന്നൊരു കാര്യം ചെയ്യ്, നീ ഞങ്ങളെയൊക്കെ കുറ്റവാളികളാക്കി അകത്താക്ക്. എന്നാ പിന്നെ അവന്റെ പാട്ട് നിനക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാലോ, ബെഡ്റൂമിലേക്ക്. അയ്യോ അമ്മേ. നമസ്കാരം. സാറിന് ഏതായാലും ഈ വീടുണ്ടല്ലോ. വീട് പോയി ഇട്ടിച്ച, ഇതിപ്പോ വീടല്ലല്ലോ. വീട് വീടല്ലാതാവോ സാറേ? കമ്പനി ഇപ്പോഴും വാടക കൃത്യമായിട്ട് തരുന്നുണ്ട്. സാർ ഇപ്പോഴും കമ്പനിയുടെ സ്റ്റാഫല്ലേ? പോവാണോ? എന്നാ പിന്നെ ഞാനിങ്ങോട്ട്. സഖാവ് അഴകന് അഭിവാദ്യങ്ങൾ. അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ. സഖാവ് അഴകന് അഭിവാദ്യങ്ങൾ. ലഗേജ് കമ്പനി നീതി പാലിക്കുക. ലഗേജ് കമ്പനി നീതി പാലിക്കുക. ലഗേജ് കമ്പനി നീതി പാലിക്കുക. ലഗേജ് കമ്പനി നീതി പാലിക്കുക. ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ. അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ. സഖാവ് അഴകന് അഭിവാദ്യങ്ങൾ. ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. ലഗേജ് കമ്പനി നീതി പാലിക്കുക. അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ. സഖാവ് അഴകന് അഭിവാദ്യങ്ങൾ. ലഗേജ് കമ്പനി നീതി പാലിക്കുക. ലഗേജ് കമ്പനി നീതി പാലിക്കുക. ഇൻകുലാബ് സിന്ദാബാദ്. പഠിച്ചു ഒരു ഡോക്ടറാണ് കേട്ടോ. സഖാവ് അഴകന് അഭിവാദ്യങ്ങൾ. ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. ലഗേജ് കമ്പനി നീതി പാലിക്കുക. ലഗേജ് കമ്പനി നീതി പാലിക്കുക. അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ. സഖാവ് അഴകന് അഭിവാദ്യങ്ങൾ. വരും മേഡം. ഇൻകുലാബ് സിന്ദാബാദ്. 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 ഇൻകുലാബ് സിന്ദാബാദ്.
എന്നാലും നീ വന്നല്ല, നിന്നെ കാണാണ്ട് പോണ്ടേ വരുന്നോർത്ത് എനിക്ക് വയ്യാണ്ടായി. ഡോക്ടറായില്ലേ? ഒറ്റ